ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂമിൻ്റെ ഒരു വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നും ഇടപ്പള്ളിയിലേക്കും കാക്കനാടിലേക്കും ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ ബസ് സ്റ്റോപ്പിലേക്ക് വെറും 100 മീറ്റർ മാത്രമാണുള്ളതും. ഒത്തിരി വില്ലകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ വീടിൻ്റെ ലൊക്കേഷനിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാവുന്നതാണ്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടവിരിച്ച വഴിയാണ് വീടിന് മുന്നിലായുള്ളത്. വാം LED കൊടുത്തുകൊണ്ടുള്ള ഒരു ചുറ്റുമതിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ മെയിൻ ഗേറ്റ് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ കടന്നു നിൽക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കോമ്പിനേഷനാണ് സിറ്റ് ഔട്ടിൽ നമുക്ക് കാണാനാവുന്നത്. 3-4 പേർക്കൊക്കെ സുഖമായി നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കാവുന്നതാണ്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഈ ഭാഗത്ത് അവൈലബിൾ ആണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു 5 സീറ്റർ സോഫ സെറ്റേക്ക് നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. പാനലിംഗ് വർക്കും മൾട്ടിവുഡും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വളരെ മനോഹരമായൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. LED പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഭാഗത്ത് കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ വീട്ടിലെ എല്ലാ വിൻഡോസിനും ബ്ലൈൻഡ്സ് കർട്ടനുകൾ നൽകിയിട്ടുണ്ട്. ഈ വീടിന്റെ ഡൈനിങ് ഏരിയയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലും നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിച്ചണിലേക്കുള്ള എൻട്രൻസിലായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ബിൽഡർ നൽകിയിട്ടുണ്ട്. ഒത്തിരി വലിപ്പമില്ലെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ കിച്ചൺ കബോർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫൈബർ ബ്രാൻഡിന്റെ ഒരു ഇലക്ട്രിക് ചിമ്മിണി കൂടി ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള പ്രത്യേകം ഡെഡിക്കേറ്റഡ് സ്പോട്ടും നമുക്കിവിടെ കാണാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ 3 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. LED സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഭാഗത്ത് കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിന് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ടഫൻ ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. സ്റ്റെയർവേ കയറി വരുന്ന ഭാഗത്തായി നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. നീളം കൂട്ടി വീതി കുറച്ചാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള ഒരു പ്രത്യേകം പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കടുത്തതായി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഈ ബെഡ്റൂമും ഏകദേശം 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലേതുപോലെ തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. ഒരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 11 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എല്ലാ മുറിയിലും പോലെ തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്.
നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. 2 തട്ടുകളായി തിരിച്ചാണ് ഈ വീടിന്റെ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കവേർഡായും മറ്റത് ഓപ്പൺ ആക്കിയുമാണ് ചെയ്തിരിക്കുന്നത്. GI ട്യൂബിൽ തന്നെയാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 77 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.